നമസ്കാരം. നമ്മൾ എല്ലാ തടസ്സങ്ങളും പരിപൂർണമായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പൂജാകർമ്മത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വളരെ ദുഷ്കരമായ, സാധിക്കുവാൻ പ്രയാസമുള്ള ലക്ഷ്യങ്ങൾ പോലും കൈവരിക്കാൻ നമ്മെ സഹായിക്കുന്നതും ജീവിതത്തിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടത്, സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടത്, ജീവിതത്തിലെ വിവിധ ആഗ്രഹങ്ങൾ, ഇങ്ങനെ പല മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലായ്പ്പോഴും ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാം നീങ്ങണമെന്നില്ല. ചിലപ്പോൾ സബ്ജക്റ്റുകളൊക്കെ മാറിപ്പോയേക്കാം, പല വ്യതിയാനങ്ങൾ വരാം. ഒരു ബിസിനസ്സുകാരന് അയാൾ ഉദ്ദേശിക്കുന്ന പൂർണ്ണമായ നിലയിൽ ഒരേപോലെ തുടർന്നു പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ജോലിയിലിരിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്തെ കാര്യങ്ങൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. പല ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ അകത്തൊക്കെ വരാം. ജീവിത കാര്യങ്ങൾ, വസ്തു സംബന്ധമായ കാര്യങ്ങൾ, ഇടപാടുകൾ, കൂടാതെ പ്രണയം, വിവാഹ ജീവിതം, ഏതെല്ലാം മേഖലകളാണ് ഒരു മനുഷ്യന് ചിന്തിക്കാനുള്ളത്. ഈ മേഖലകളിലെല്ലാം വരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് സിദ്ധിവിനായക പൂജ. ഈ സിദ്ധിവിനായകൻ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ മഹാഗണപതിയുടെ ഏറ്റവും ശക്തമായ ഒരു ഭാവമാണ് സിദ്ധിവിനായകൻ. ധ്യാനരൂപം പറയുമ്പോൾ നടുക്ക് ഗണപതിയും സിദ്ധി ബുദ്ധി എന്ന രണ്ട് ശക്തികൾ ഇടത്തും വലത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്ന രൂപത്തിൽ ധ്യാനിക്കപ്പെടുന്ന ദേവനാണ് സിദ്ധിവിനായക സ്വാമി. ധ്യാനരൂപത്തിൽ അങ്ങനെ പറയുമെങ്കിലും ആദിവിനായക പെരുമാൾ എന്നറിയപ്പെടുന്ന മഹാഗണപതി ഭഗവാന്റെ രണ്ട് വിഭൂതികളാണ് സിദ്ധിയും ബുദ്ധിയും എന്ന് ശാസ്ത്രം പറയുന്നു. ഗണപതിയുടെ അപൂർവങ്ങളായ രണ്ട് വിഭൂതികൾ അഥവാ ശക്തികളാണ് സിദ്ധിയും ബുദ്ധിയും. അപ്പോൾ ഈ ഗണപതിയെ ധ്യാനിച്ച് മന്ത്രജപം, ഉപാസന ഒക്കെ ചെയ്ത് ആ മന്ത്രസിദ്ധി നേടുന്നയാൾക്ക്, ഉപാസന പൂർണ്ണതയിലെത്തിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഈ രണ്ട് യോഗശക്തികളും അയാളിൽ ഉണർത്തപ്പെടുകയാണ്. സിദ്ധിവിനായക സ്വാമിയെ ആരാധിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു മനുഷ്യന് സിദ്ധി ബുദ്ധി എന്ന രണ്ട് യോഗശക്തികൾ പൂർണ്ണതയിൽ എത്തിച്ചേരും. അപ്പോൾ അസാധാരണമായ മന്ത്രവൈഭവം അദ്ദേഹത്തിന് കൈവരും. അതോടൊപ്പം അപൂർവമായ പ്രജ്ഞ, മേധാവിത്വ ഗുണം, ബുദ്ധിവൈഭവം ഇതെല്ലാം ഉണ്ടായി വരും. ഇതാണ് സിദ്ധിവിനായക സ്വാമിയുടെ സാമാന്യമായ ഒരു പൊരുൾ. ഈ സിദ്ധിവിനായക പൂജ ശരിയായ രീതിയിൽ നിലത്ത് പത്മമിട്ട് ബഹുവർണ്ണ പൊടികളാൽ കളം വരച്ച് സിദ്ധിവിനായക സ്വാമിയെ ആവാഹിച്ച് സമഗ്രമായി സപരിവാരം പൂജ ചെയ്ത് കർമ്മസമർപ്പണം ചെയ്യുന്നതായാൽ
നിങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ മേഖലകളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും വിഷമങ്ങളും എല്ലാം പരിപൂർണമായിട്ട് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകും. നിങ്ങളുടെ നക്ഷത്രമനുസരിച്ച് നല്ല നക്ഷത്രവും തിഥിയും ഒക്കെ നോക്കി ശുഭദിനം നിശ്ചയിച്ച് ആ ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ഈ സിദ്ധിവിനായക പൂജ വ്രതത്തോടുകൂടി നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. നമസ്കാരം.